ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സ്റ്റിച്ചിങ് ഒന്നുമല്ല കാണിക്കാൻ പോകുന്നത്, ചെറിയൊരു വ്ളോഗ് പോലെയാണ്. വ്ളോഗ് എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒരിടത്തും അല്ല, ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതൊന്ന് ചെറിയൊരു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നു. കാണിക്കാനല്ല, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഇട്ട് തന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ എസ് ഐ ടിയിലാണ് പോകുന്നത്. എസ് ഐ ടിയിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മൾ സ്കാനൊക്കെ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് എസ് ഐ ടിയുടെ അവിടുത്തെ തന്നെ ഒരു മെട്രോ ഉണ്ട്, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറണമായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനാണ്. വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് ഇടാൻ സാധിക്കാത്തത്. ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. ഞാൻ ഊണ് വാങ്ങി, അവർ രണ്ടുപേരും ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല ഊണായിരുന്നു. അങ്ങനെ പൊരിച്ചമീനും മുട്ടയും എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ട് കഴിച്ചു. അങ്ങനെ നമ്മളിതെല്ലാം കഴിച്ച ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. ശേഷം നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ചക്ക ഇണുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. അപ്പോൾ അതിൽ നിന്ന് നല്ല മധുരമുള്ള കൂഴച്ചക്കയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതിൽ നിന്ന് എല്ലാവരും കൂടെ എടുത്ത് കഴിച്ച്. പിന്നെ ഈ കൂഴച്ചക്ക നന്ദുവിനൊന്നും വലിയ ഇഷ്ടമല്ല, നന്ദുവിനും ചേട്ടനൊന്നും കഴിക്കില്ല അവരൊന്നും. ഇവിടെ ഒരു പൂച്ചക്കുട്ടി പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അതിൻ്റെ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അഞ്ജുവിനും മഞ്ജുവിനും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു. ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടി ഓടി ഒരു ഓവുണ്ട്, അതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ അതിന് അങ്ങനെ അതായത് അത് ഓടാതെ ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു. പതുക്കെ എന്താ കണ്ടോ, അത് പാല് കുടിച്ചുകൊണ്ട് കിടക്കുകയാണ് അവിടെ. നമ്മൾ പയ്യെ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതങ്ങനെ കിടക്കുകയായിരുന്നു. മഞ്ജുവിനും പൂച്ചക്കുട്ടിയെ വേണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ചീറ്റിക്കൊണ്ട് ഓടി കേട്ടോ. നമ്മൾ വിചാരിച്ച് കടിക്കാൻ വരുമായിരിക്കും. പിന്നെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് തൊടാൻ തോന്നും, അത്രയ്ക്ക് നല്ല ക്യൂട്ടാണ്. അവൾ ജസ്റ്റ് ഒന്ന് തൊടാൻ പോയപ്പോഴത്തേക്ക് ആ പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിയൊക്കെ വന്നിരുന്നു. പിന്നെ കുറേ നേരം നന്ദും ചാരും കൂടെ ഇവിടെ കളിയായിരുന്നു. അവർ മാത്രമല്ല, അബിയും ഉണ്ടായിരുന്നു. അബിയുടെ കിടക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ആ സമയത്ത് പിന്നെ കാശിക്കുട്ടൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. കിടത്തി, പക്ഷേ അവ ഉണർന്നു. ഇവർ രണ്ടുപേരെ അലപ്പ് കേട്ടിട്ട് അവ ഉറങ്ങിയായിരുന്നു. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.